Welcome to the brand new episode of The Great Indian Business brought to you by Mad Broadcast. കഴിഞ്ഞ 85 വർഷക്കാലമായി വിശ്വാസ്യതയും ഗുണനിലവാരവും കൊണ്ട് ലോകമെമ്പാടുമുള്ള മലയാളികളുടെ പ്രിയപ്പെട്ട ബ്രാൻഡായി മാറിയ RG ഫുഡ്സിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിസ്റ്റർ വിഷ്ണു ആജിയാണ് ഇന്ന് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബിസിനസിന്റെ അതിഥിയായി എത്തിയിരിക്കുന്നത്. ഹായ് വിഷ്ണു, വെൽക്കം ടു ദ ഷോ. ഇപ്പോൾ ദുബായിലെ ഗൾഫ് ഫുഡ് ഇവന്റിൽ പങ്കെടുത്തിട്ട് വരുന്ന വഴിയാണല്ലോ, അപ്പം നമുക്ക് അതിന്റെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് തന്നെ തുടങ്ങാം. എങ്ങനെയായിരുന്നു ഗൾഫ് ഫുഡ് ഇവന്റ്? കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ ഗൾഫ് ഫുഡിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ഗൾഫ് ഫുഡിൽ കേരളത്തിൽ നിന്ന് വളരെ ചുരുക്കം ബ്രാൻഡുകളേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു ഒരു 5-6 ബ്രാൻഡ് മാത്രമേ ഗൾഫ് ഫുഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുള്ളൂ കേരളത്തിൽ നിന്ന്. ബിക്കോസ് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 5-6 വർഷം വെയിറ്റിംഗ് പീരീഡാണ്. ഗൾഫ് ഫുഡിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം എന്ന് വെച്ചാൽ നമുക്ക് വേൾഡ് വൈഡ് നമ്മളെ പ്രൊഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റും. നമ്മൾ ഒരു ഗൾഫ് ഫുഡുമായുള്ള ഇവൻറ്റിൽ നമ്മളെ പ്രൊഡക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഒറ്റ സ്ഥലത്ത് നമുക്ക് US നിന്നാണെങ്കിലും യൂറോപ്പിൽ നിന്നാണെങ്കിലും കാനഡ, വേൾഡ് വൈഡ് ഫുഡ് ഇൻഡസ്ട്രിയിൽ എല്ലാവരും അവിടെ വരും. അപ്പോൾ നമ്മൾക്ക് പുതിയ പുതിയ ഐഡിയാസ് കിട്ടും. മറ്റ് ബ്രാൻഡുകൾ, ഇൻ്റർനാഷണൽ ബ്രാൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് വിൽ ഗെറ്റ് എ ഗുഡ് ഐഡിയ എങ്ങനെ നമ്മളൊരു പുതിയ ഒരു പ്രോഡക്റ്റ് ഇറക്കുമ്പോൾ എങ്ങനെ പാക്കേജിങ് ചെയ്യണം, അല്ലെങ്കിൽ എങ്ങനെ നമ്മൾ പൊസിഷൻ ചെയ്യണം എന്നൊരു ഐഡിയ കിട്ടും. ഇപ്പം ഞാൻ ഗൾഫ് ഫുഡിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ 4-5 കൺട്രീസിൽ മാത്രം ബിസിനസ് ചെയ്തിരുന്ന ഒരാളാണ്. ഒരു 5-6 വർഷം ഗൾഫ് ഫുഡിൽ സ്റ്റോൾ ഇട്ടതിന് ശേഷം ഇപ്പം നമ്മൾ ഏകദേശം 32ഓളം രാജ്യങ്ങളിൽ നമ്മൾ സ്ട്രോങ് പ്രസൻസ് ഉണ്ട്. ഞങ്ങൾ സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടേ നമ്മൾ പോവുള്ളൂ. നമ്മൾ ചെയ്യുന്ന സ്ഥലം വളരെ വൃത്തിയായിട്ട് ചെയ്യും, മെല്ലെ ചെയ്യും. അടുത്ത നമ്മുടെ ടാർഗറ്റ് ഏരിയ US, കാനഡ, UK. അപ്പോൾ അടുത്തൊരു 3 വർഷം നമ്മൾ 100% ഫോക്കസ് ഈ 3 കൺട്രീസിലായിരിക്കും. കാരണം US വലിയൊരു കൺട്രിയാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് എഫേർട്ട് എടുക്കേണ്ടി വരും, ഒരുപാട് വർക്ക് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഈ GCC, ഓസ്ട്രേലിയ, യൂറോപ്യൻ പോലെയുള്ള മാർക്കറ്റിൽ ഇപ്പോൾ അതുപോലെ 31ഓളം, ആ മാർക്കറ്റ് ഉൾപ്പെടെ 31ഓളം കൺട്രീസിൽ നിങ്ങളുടെ 32 സ്ട്രോങ് പ്രസൻസ് ഉണ്ടല്ലോ. അപ്പം ഈ ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ഈ ഗ്രോത്ത് അതെങ്ങനെയാണ്? എളുപ്പമായിരുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഒരു സ്റ്റെപ്സ്, പ്രൊസീജിയർ, ഈ ഒരു വന്ന ഒരു വഴിയുണ്ടല്ലോ, ഒരു മാർക്കറ്റിലേക്കുള്ള ഒരു എൻട്രി എങ്ങനെയാണ്? ഇറ്റ്സ് നോട്ട് ഓൺലി ഗ്ലോബൽ മാർക്കറ്റ്. ഏതൊരു മാർക്കറ്റ് ആണെങ്കിലും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായ പെയിൻ ഉണ്ട്. അപ്പം ഏത് മാർക്കറ്റ് പോകുമ്പോഴും നമ്മൾ പ്രോപ്പർ സ്റ്റഡി നടത്തും, പ്രോപ്പർ മാർക്കറ്റ് റിസർച്ച് നടത്തും. ഗ്രൗണ്ടിൽ പോയി റിയാലിറ്റി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ 1-2 പ്രീമിയം ഹൈപ്പർ മാർക്കറ്റ്സ് പോയി കണ്ടതിന് ശേഷം നമുക്കൊന്നും മനസ്സിലാവില്ല. നമ്മൾ പ്രീമിയം കാണണം, മിഡ് ലെവലും കാണണം, സാധാ ലെവലും കാണണം. സോ ഇത് കണ്ടിന്യൂസ്ലി നമ്മൾ മാർക്കറ്റ് വിസിറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾക്ക് നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റും. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യുന്നു, എവിടെ പ്ലേസ് ചെയ്യുന്നു എന്നാണ് അത് തിരിച്ചറിയുന്നത്. യെസ്, കാരണം നമ്മളൊരു ബ്രാൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ കണ്ടു. നമ്മൾ വെള്ളം 10 രൂപക്ക് ഇവിടെ കിട്ടും. അതേ സമയത്ത് ഒരു കഫേ പോയി കഴിഞ്ഞാൽ 100 രൂപ ഉണ്ടാവും. നേരെ മറിച്ച് എയർപോർട്ടിൽ പോയി കഴിഞ്ഞാൽ 200 രൂപ ഉണ്ടാവും. എല്ലാം വെള്ളം തന്നെയാണ്. പക്ഷെ നമ്മൾ പ്ലേസ് ചെയ്യുന്ന സ്ഥലം, ഇത് എവിടെ വിൽക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ നമ്മളെ പ്രൊഡക്റ്റിനെ നമ്മൾ എങ്ങനെ വിൽക്കുന്നു എന്നുള്ളതാണ്. സോ നമ്മളെ പ്രൊഡക്റ്റ് ഒരു മാർക്കറ്റിലേക്ക് പോകുമ്പം നമ്മളെ പ്രൊഡക്റ്റ് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ള നോളജ് നമുക്കുണ്ടായിരിക്കണം. അതിന് നല്ല മാർക്കറ്റ് നോളജ് ഉണ്ടായിരിക്കണം. അതിൽ ഇറങ്ങി വർക്ക് ചെയ്താൽ മാത്രമേ നടക്കുള്ളൂ. ഈ ഗ്ലോബൽ മാർക്കറ്റിലേക്കുള്ള ആ ജേർണിയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? അത് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഞാൻ ഒരു 3 വർഷം ഇന്ത്യയിലും 2 വർഷം എബ്രോഡും വർക്ക് ചെയ്തിട്ടുണ്ട്. സോ അബുദാബിയിലായിരുന്നു വർക്ക് ചെയ്തത്. അബുദാബിയിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ സൂപ്പർ മാർക്കറ്റ്സിൽ പോയി നിൽക്കും. എനിക്ക് വിഷ്വലൈസ് ചെയ്യുന്നൊരു സുഖമുണ്ട്. സോ ഞാൻ പുതിയ കൺട്രി പോയി കഴിഞ്ഞാലും അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ റാക്കിൽ ഓയിൽ കൗണ്ടേഴ്സ് പോയിട്ട് ഞാൻ എൻ്റെ പ്രൊഡക്റ്റ് ഞാൻ വിഷ്വലൈസ് ചെയ്യും. അതിൽ ഒരു 1 മീറ്റർ ഡിസ്പ്ലേയിൽ എൻ്റെ പ്രൊഡക്റ്റ് നിൽക്കുന്നത്. സോ അങ്ങനെ വിഷ്വലൈസ് ചെയ്യും. എനിക്കൊന്ന് 1 വർഷം ഞാൻ ഡെയിലി സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കും. എന്നിട്ട് ഞാൻ നോക്കുക എങ്ങനെയാണ് ആൾക്കാർ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും, ഞാനൊരു കസ്റ്റമറാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ ബ്രാൻഡ് എടുക്കുന്നത്? അപ്പോൾ ചില ആൾക്കാർ പറയും പ്രൈസ് കുറവാണ് അതുകൊണ്ട് എടുക്കുന്നു. ചില ആൾക്കാർ പറയും ഇത് നല്ല ക്വാളിറ്റിയാണ്, വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നു. എന്നോടൊരാൾ പറഞ്ഞിട്ടുണ്ട് ഈ ബ്രാൻഡിൽ ന്യൂട്രീഷൻ ഫാക്റ്റ് ഇല്ല, ഈ ബ്രാൻഡിൽ ന്യൂട്രീഷൻ ഫാക്റ്റ് ഉണ്ട്. സോ മൾട്ടിപ്പിൾ ആൾക്കാരെ കയ്യിൽ നിന്ന് നമുക്ക് അഭിപ്രായങ്ങൾ കിട്ടുമ്പം എനിക്ക് മനസ്സിലാവും എൻ്റെ ബ്രാൻഡ് ഇറക്കുമ്പോൾ ന്യൂട്രീഷൻ ഫാക്റ്റ് ഉണ്ടായിരിക്കണം, ലാംഗ്വേജ് ഉണ്ടായിരിക്കണം, റീഡബിലിറ്റി പ്രോപ്പർ ആയിരിക്കണം. ഇപ്പം നമ്മുടെ
ഒരു ഏഷ്യൻ കമ്മ്യൂണിറ്റീന് ഭയങ്കര ഇടിവെട്ട് കളേഴ്സ് ഇഷ്ടമാണ്. നേരെ മറിച്ച് യൂറോപ്യൻസിന് ഒരു സെറ്റിലായിട്ടുള്ള കളേഴ്സാണ് ഇഷ്ടമുള്ളത്. പക്ഷേ നമ്മൾക്ക് ഓരോ കൺട്രിക്ക് വേണ്ടി നമ്മൾ പാക്കേജിങ് മാറ്റാൻ പറ്റില്ല. സോ നമുക്കൊരു ഐഡിയ കിട്ടും, ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടും. സോ ഇങ്ങനെ ഞാൻ മാർക്കറ്റിൽ പോയി നിന്ന് കണ്ട്, അപ്പം അങ്ങനെ ഞാൻ ഒരാളെ പരിചയപ്പെട്ടു. നമ്മളെ ലുലുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ വിങ് ഉണ്ട്, അന്ന് MK ഗ്രൂപ്പ് ആയിരുന്നു, ഇപ്പോൾ അതിൻ്റെ പേര് അൽത്തൈവാണ്. അതിൻ്റെ ഡയറക്ടറെ ഞാൻ പരിചയപ്പെട്ട് നല്ല ബന്ധം വെച്ചു. പക്ഷേ ഞാൻ അവിടുന്ന് റിസൈൻ ചെയ്ത് പോയ സമയത്താണ് ഞാൻ എൻ്റെ കാർഡ് കൊടുത്തത്. ഓക്കെ സാർ, ഞാൻ ഇവിടുന്ന് റിസൈൻ ചെയ്തു, ഐ എം ജോയിനിങ് ബാക്ക് മൈ ഫാമിലി ബിസിനസ്. അപ്പോൾ എന്നോട് പറഞ്ഞു, ഓ ജിഞ്ചിലി ഓയിൽ അല്ലേ, എനിക്ക് വേണം. അങ്ങനെയാണ് ലുലുവിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നത്, RGൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ലുലു എടുക്കുന്നത്. അപ്പം ഈവൻ ഇവിടെ വേറൊരു പ്രീമിയം ബ്രാൻഡിൻ്റെ കണ്ടെയ്നറിലൊരു സ്പേസ് ഉണ്ടായിരുന്നു. ഞാൻ എൻ്റെ 30 കാർട്ടൺസിലാണ് സ്റ്റാർട്ട് ചെയ്തത്. 30 കാർട്ടൺസ് കൊടുത്തു. വിത്തിൻ 1 മന്തിനുള്ളിൽ എനിക്ക് ഒരു ഫുൾ കണ്ടെയ്നർ ഓർഡർ കിട്ടി. സോ അതാണ് എൻ്റെ ഫസ്റ്റ് എക്സ്പോർട്ട്. അപ്പം അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ദുബായ് പോകുന്ന സമയത്ത് ഖത്തറിൽ പോകും. അപ്പോൾ ഖത്തറിലും ഡിസ്ട്രിബ്യൂട്ടർ അപ്പോയിൻറ്റ് ചെയ്തു. പിന്നെ ഈ ബിസിനസ് നമുക്കൊരു സ്റ്റാർഡം, ഈ എക്സ്പോർട്ട് ബിസിനസ്സിന് ഒരു സ്റ്റാർഡം ഉണ്ട്. നമ്മൾ എല്ലാത്തിനും സ്റ്റാർഡം ഉണ്ടെങ്കിലും എക്സ്പോർട്ട് ബിസിനസ്സിന് എപ്പോഴും സ്റ്റാർഡം ഉണ്ട്. അപ്പം ഇതിങ്ങനെ യാത്രകൾ ചെയ്യുമ്പോൾ, ഒന്നാമത് എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. സോ യാത്ര ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഞാൻ കളയില്ല. അപ്പോൾ ഞാൻ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് യാത്ര ചെയ്ത് തിരിച്ചു വരുമ്പം ബിസിനസ് കൊണ്ടുവരും. സോ മാനേജ്മെൻറ്റിനും കുഴപ്പമില്ല. അങ്ങനെ എൻ്റെ യാത്രകളിലോടുള്ള ഇഷ്ടമാണ് എൻ്റെ ബിസിനസ് ഇത്രയും കൺട്രികളിൽ എക്സ്പാൻഡ് ചെയ്തത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾ പ്രോഡക്ട്സ് എങ്ങനെ പ്ലേസ് ചെയ്യണം എന്നുള്ളൊരു കൃത്യമായിട്ടുള്ളൊരു ധാരണ ഉണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ RG ഫുഡ്സിൻ്റെ പ്രോഡക്ട്സിൻ്റെ പ്രൈസിങ് അതൊരു അല്പം ഡിഫറെൻ്റ് ആണ്. മറ്റുള്ള മാർക്കറ്റിലുള്ള സിമിലർ പ്രോഡക്ട്സുമായി കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് കുറച്ച് പ്രൈസ് കൂടുതലായിട്ടുണ്ട്. ആ ഒരു ഡിഫറെൻറ്റ് പ്രൈസിങ് സ്ട്രാറ്റജിയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? എൻ്റെ ഗ്രാൻഡ് ഫാദറാണ് ഈ RG എന്ന് പറഞ്ഞ സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഗ്രാൻഡ് ഫാദർ എൻ്റെ അച്ഛനെ പഠിപ്പിച്ചത് ഏറ്റവും നല്ല സാധനം കസ്റ്റമറിന് കൊടുക്കുക. എൻ്റെ ഫാദറും എന്നെ പഠിപ്പിച്ചത് ഇതേ സാധനം. ഞങ്ങൾക്ക് പ്രോഫിറ്റ്, ഒരു റവന്യൂ ജനറേറ്റിങ്ങിന് ഞങ്ങൾക്ക് ഒരുപാട് സോഴ്സുകളുണ്ട്. ഇത് റവന്യൂ ജനറേറ്റിംഗ് സോഴ്സ് എല്ലാം നല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നല്ല സാധനം കൊടുക്കുക, അതിന് നല്ല പൈസ വാങ്ങുക എന്നുള്ളത്, അമിത ലാഭം എന്നല്ല. പിന്നെ അതുകൂടാതെ നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് ഭയങ്കര ഹൈ ആണ്. ബിക്കോസ് നമ്മളെ ഫാക്ടറിയിൽ മൊത്തം 99% ആ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരാണ് വർക്ക് ചെയ്യുന്നത്. ഒന്നും എന്താ പറയുക, അതിഥി തൊഴിലാളികളൊന്നും നമുക്ക് ആകെ 2 പേര് ലോഡിങ്ങിനും ഒരു സെക്യൂരിറ്റിയും പിന്നെ അക്കൗണ്ട്സിൽ 3-4 ജെൻസും മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാവരും ആ ചുറ്റുവട്ടത്തുള്ള ചേച്ചിമാരാണ്, വർഷങ്ങളായിട്ടുള്ളത്. എനിക്ക് പ്രൗഡ് ഫീലിംഗ് തോന്നിയ സാധനം, കോവിഡ് ടൈമിൽ മിക്ക ആൾക്കാർക്കും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്ന സമയമുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലൈക്ക് ഡിഫൻസിനും പോലീസ് ക്യാൻറ്റീനിലൊക്കെ സപ്ലൈ ചെയ്യുന്നതുകൊണ്ട്, പിന്നെ ഫുഡ് ഇൻഡസ്ട്രി ആയതുകൊണ്ട് നമുക്ക് വർക്ക് ചെയ്യാനുള്ള പെർമിഷൻ കിട്ടിയിരുന്നു. അപ്പോൾ ഈ ചേച്ചിമാർ പറയും, ഭർത്താക്കന്മാർ പണിയില്ലാതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ഏൺ ചെയ്ത് ഭർത്താവിന് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കൊരു പ്രൗഡ് ഫീലിംഗ് ആയിരുന്നു എന്ന്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കാൻ കൊടുക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര ഒരു പ്രൗഡ് ഫീലിംഗ് എനിക്ക് പേഴ്സണലി തോന്നിയൊരു സാധനമാണ്. അപ്പം എല്ലാവരും ഇപ്പം വർഷങ്ങളായിട്ടുള്ള ചേച്ചിമാർ അവിടെ ഉള്ളത്. ഈവൻ അവരുടെ റിട്ടയർമെൻറ്റ് കഴിഞ്ഞാൽ പോലും അവർ തിരിച്ച് ജോയിൻ ചെയ്യാൻ വരും. നോ വി ആർ റെഡി ടു വർക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും നല്ല സീഡാണ് പ്രിപ്പയർ ചെയ്യുന്നത്. കാരണം നമ്മളെപ്പോഴും ഞാൻ പറഞ്ഞില്ല, നമ്മളെ പ്രൊഡക്റ്റിന് നമ്മൾ എങ്ങനെ പ്ലേസ് ചെയ്യുന്നു എന്നാണ്. ഞാനൊരു വില കൂട്ടി വെച്ചിട്ട് ക്വാളിറ്റി ഇല്ലാത്ത സാധനം കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് 1 കൊല്ലം 2 കൊല്ലമേ നിൽക്കാൻ പറ്റുള്ളൂ. ഇത്രയും ഒരു 85 വർഷം എൻ്റെ ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ട് ചെയ്ത് ഇത്രയും വർഷം നിലനിൽക്കാൻ പറ്റണമെങ്കിൽ നല്ല സാധനം കൊടുക്കുന്നതുകൊണ്ടാണ്. നമ്മളെ പ്രൊഡക്റ്റ് വൺസ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഏത് കൺട്രിയിൽ പോയി കഴിഞ്ഞാലും എൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനോട് ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രൈ വിത്ത് 10 cartons. I am ready to send you 10 cartons. But next order it will be minimum 1500 cartons. 10 കാർട്ടൺസ് കൊടുത്താൽ 1500 കാർട്ടൺസോ 1300 കാർട്ടൺസോ ആക്കാൻ പറ്റുന്നുള്ള കോൺഫിഡൻസ് എൻ്റെ പ്രൊഡക്റ്റിൽ ക്വാളിറ്റിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. എനിക്ക് ആ കോൺഫിഡൻസ് ഇല്ലെങ്കിൽ എനിക്ക് പറയാൻ പറ്റില്ല. ഏത് കൺട്രിയാണ് ക്വാളിറ്റി കീപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ പ്രൈസിങ് സ്ട്രാറ്റജി ഭയങ്കര ഫെയർ ആയിട്ട് തന്നെ ഞാൻ പറഞ്ഞ നല്ല സാധനം, നല്ല പ്രൊഡക്റ്റ് മാന്യമായിട്ടുള്ള വില എടുത്തിട്ട് കൊടുക്കണം. ഇത് എപ്പോഴും മാർക്കറ്റിൽ കാണാവുന്ന ഒരു കാര്യമാണ് വെച്ചാൽ പ്രൈസ് വാർ. ഒരു സാധനം 100 രൂപ കൊടുത്താൽ കോമ്പറ്റീറ്റർ വന്നിട്ട് 95 കൊടുക്കും. 95 കൊടുത്തു കഴിഞ്ഞാൽ 90 കൊടുക്കും.
ഇത് കോംപ്രമൈസ് ചെയ്യും ക്വാളിറ്റിയിൽ. കാരണം ഇത് ഒത്തിരി ഒന്നും ലാഭം ഉണ്ടാവില്ല. അതെ. അപ്പം നമ്മുടെ മാർജിൻ കുറയുമ്പം ദേ വിൽ കോംപ്രമൈസ് ഇൻ ക്വാളിറ്റി. പക്ഷെ ഞങ്ങൾ ഇങ്ങനെ പ്രൈസിൽ നമ്മൾ കോംപ്രമൈസ് ചെയ്യില്ല. ബിക്കോസ് നമുക്ക് കേരളത്തിൽ മുഴുവനും ഒറ്റ റേറ്റാണ്. ഞങ്ങളിത് വാങ്ങിയതിന് ചിലപ്പം അവർ വില കൂട്ടിയും വിൽക്കും, വില കുറച്ചിട്ടും വിൽക്കും. അത് മാർക്കറ്റിലുള്ള ഒരു ഇത്. പക്ഷെ ഞങ്ങൾക്ക് ഒറ്റ പ്രൈസേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒറ്റ പ്രൈസുള്ളൂ, ഒറ്റ ക്വാളിറ്റിയുള്ളൂ. മിക്ക ആൾക്കാരും പറയുന്ന ഒരു കാര്യം എക്സ്പോർട്ട് ക്വാളിറ്റി. ഞങ്ങൾക്ക് ഇങ്ങനെ എക്സ്പോർട്ട് ക്വാളിറ്റി, ഡൊമസ്റ്റിക് ക്വാളിറ്റി എന്ന് പറഞ്ഞൊരു ക്വാളിറ്റി ഇല്ല. ഞങ്ങളിത് US നിന്ന് മേടിച്ചാലും, ഓസ്ട്രേലിയയിൽ നിന്ന് മേടിച്ചാലും, ദുബായിൽ നിന്ന് മേടിച്ചാലും, ട്രിവാൻഡ്രം ചാല മാർക്കറ്റിൽ നിന്ന് മേടിച്ചാലും, കാലിക്കറ്റ് പാളയത്ത് നിന്ന് മേടിച്ചാലും ഒറ്റ ക്വാളിറ്റി പ്രൊഡക്റ്റാണ് നമ്മൾ കൊടുക്കുന്നത്. എവ്രിവെയർ ഇറ്റ്സ് പ്രീമിയം ക്വാളിറ്റി. അപ്പം അത് ആൾക്കാർ റെഡിയാണ്. അത് അല്ല, ഒരു പ്രീമിയം പ്രോഡക്റ്റ് അത്രയും ക്വാളിറ്റിയോടുകൂടി ഒരു കസ്റ്റമർക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് അർഹമായ ഒരു പ്രൈസിങ് സെറ്റ് ചെയ്യുന്നതിൽ തെറ്റില്ല. നമ്മൾ ഫോർ സിമ്പിൾ എക്സാമ്പിൾ, ഈവൻ ഈ ചോദ്യം ഏറ്റവും കൂടുതൽ എൻ്റെ സെയിൽസ് ടീമും ഞാൻ ഏത് മാർക്കറ്റ് വിസിറ്റ് പോകുമ്പോൾ കേൾക്കുന്ന ഒരു കാര്യമാണ്, പ്രൈസ് കൂടുതലാണ് എന്നുള്ളത്. നിങ്ങളൊന്ന് സോപ്പ് മാർക്കറ്റ് എടുത്ത് നോക്കൂ. ഇവിടെ 15 രൂപക്കും 20 രൂപക്കും, അതേ സമയത്ത് 80 രൂപക്കും 90-നും 200 രൂപക്കുള്ള സോപ്പുണ്ട്. ഈവൻ 500-നോട് ക്ലോസ് ടു 500 ആയിട്ടുള്ള ഹാൻഡ് മെയ്ഡ് സോപ്സ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സ്പേസ് ഉണ്ട്. ഇപ്പം എനിക്കിപ്പം ഇവിടെ എൻ്റെ സിമിലർ പ്രൊഡക്റ്റ് ചെയ്യുന്ന ലൈൻ ചെയ്യുന്ന 4, 5, 6 ബ്രാൻഡ്സ് ഇവിടെ ഉണ്ട്. ഇനി 10 ബ്രാൻഡ് വന്നാലും ദേ ഹാവ് സ്പേസ്. only the thing is how they are placing their product. മിക്ക ആൾക്കാരും എന്താ ചെയ്യുക, ലാഭം ഉണ്ടാക്കാൻ വേണ്ടി വില കുറച്ചിട്ട് എല്ലാ കോമ്പറ്റീറ്ററെ പ്രൈസ് കൊടുക്കും. എല്ലാവരും വിൽക്കുന്നതിനേക്കാൾ 5 രൂപ താഴ്ത്തിയിട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് മാർക്കറ്റിൽ എൻ്റർ ചെയ്യാൻ നോക്കും. ബട്ട് അതൊരു സൂയിസൈഡ് അറ്റംപ്റ്റാണ്. കാരണം അത് വൺ ടൈമേ നടക്കുള്ളൂ. എല്ലാവരും വിചാരിക്കുക മാർക്കറ്റ് ക്യാപ്ചർ ചെയ്യാൻ വില കുറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ കയറാം. പിന്നെ ഒരിക്കലും അവർക്ക് അത് മാറ്റാൻ പറ്റില്ല. സോ നമ്മൾ എങ്ങനെ പൊസിഷൻ ചെയ്യുന്നു അതേമാതിരി. ഇപ്പോൾ ഞാൻ എപ്പോഴും ചെയ്യുന്നൊരു കാര്യം, എൻ്റെ കോമ്പറ്റേറ്ററിൻ്റെ പ്രൊഡക്റ്റ് ഷെൽഫിലില്ലെങ്കിൽ ഞാൻ ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പം എൻ്റെ ടീം എപ്പോഴും എന്നോട് ചോദിക്കും, സാർ എന്തിൻ്റെ കേടാണ്, ആ സ്പേസും കൂടി നമ്മുടെ വെച്ചുകൂടെ. നമ്മളെ കോമ്പറ്റേറ്റർ നമ്മളെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഫൈറ്റ് ചെയ്യാനുള്ളൊരു സ്പിരിറ്റ് ഉണ്ടാവുള്ളൂ. സോ ഓൾവേസ് വി നീഡ് എ ഹെൽത്തി കോമ്പറ്റീഷൻ അല്ലേ. ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ജീവിക്കണം. ഇപ്പം ഞാൻ എൻ്റെ ടീമിനോട് എപ്പോഴും പറയുന്നതാണ്, നമ്മൾ ഒരിക്കലും നമ്മളെ കോമ്പറ്റേറ്ററെ കുറ്റം പറയാൻ പാടില്ല. കാരണം നമ്മളെ മാതിരി തന്നെ ഒരു കുടുംബം അവർക്കും ഉണ്ട്, നമ്മളെ മാതിരി തന്നെ ടീമും അവർക്കുണ്ട്, നമ്മളെ മാതിരി തന്നെ ഈ ബ്രാൻഡിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേര് അവിടെ ഉണ്ടാവും. സോ നെവർ എവർ കോമ്പറ്റേറ്ററെ പേര് പറയരുത്. കോമ്പറ്റേറ്റർ എന്ത് ചെയ്യണമെന്ന് അറിയാം, അവരുടെ സ്ട്രാറ്റജി എല്ലാം നമ്മൾ അറിയണം. ബട്ട് ഹെൽത്തി കോമ്പറ്റീഷൻ. ഒരു ട്രഡീഷണൽ ഫാമിലി ബിസിനസ്സിനെ ഒരു ഗ്ലോബൽ ബ്രാൻഡാക്കുന്നതിൽ താങ്കൾ എന്തായാലും വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ സംരംഭകരാകാൻ ആഗ്രഹിക്കുന്നവർ, പ്രത്യേകിച്ച് ഫുഡ് ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ചെറുപ്പക്കാരോട് എന്താണ് വിഷ്ണുവിന് പറയാനുള്ളത്? ഒന്നും ഈസി അല്ല. ഏറ്റവും കൂടുതൽ എന്ത് ചോദിച്ചാലും പറയാനുള്ളൊരു സാധനം, ഒന്നും ഈസി അല്ല, ടഫാണ്. പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം. മിക്ക ആൾക്കാർക്കും ഉള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ നല്ലൊരു കഫേ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാണ്, നേരെ അതിൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും കുറച്ചുകൂടി പ്രീമിയം കാര്യങ്ങൾ സെറ്റ് ചെയ്തൊരു കഫേ സ്റ്റാർട്ട് ചെയ്യും. അത് അവിടെ പോയി അത് ടേസ്റ്റ് ചെയ്ത് അത് എന്തുകൊണ്ടാണ്, അതിൻ്റെ ടേസ്റ്റാണോ, അതിൻ്റെ ആംബിയൻസ് ആണോ, അവിടെ സർവീസാണോ. മിക്ക ആൾക്കാർ ഞാൻ ഏറ്റവും കൂടുതൽ ട്രാവൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുന്ന സാധനം, ഒരുപാട് കഫേസ് ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പം റീസെൻ്റ്ലി ഞാനിപ്പോൾ ഒരു കഫേ പോയ സമയത്ത് ഒരു സ്പാനിഷ് കഫേയാണ്. സോ ഭയങ്കര നമുക്ക് മനസ്സിലാവാത്ത പേരുകളൊക്കെയാണ് ഡിഷസിൻ്റെ. അപ്പം ഞാൻ എവിടെ പോയാലും ഭക്ഷണം കഴിക്കുമ്പം ആ വരുന്ന സപ്ലയർ അടുത്ത് ഞാൻ കൂടുതൽ സംസാരിക്കുമ്പം ഞാൻ ചിലപ്പോൾ ഫൺ രീതിയിലൊക്കെ ആയിരിക്കും ഞാൻ സംസാരിക്കുക, തമാശയൊക്കെ പറഞ്ഞ് അവരൊന്ന് കംഫർട്ടബിൾ ആക്കിയിട്ടാണ് ഞാൻ സംസാരിക്കുക. അപ്പം ഞാൻ ഇവരോട് ചോദിച്ചു, ഇതിൽ ഏറ്റവും നല്ല ഡിഷ് ഏതാണ്? അപ്പോൾ അവർ ഓരോ സാധനം ഇങ്ങനെ തൊട്ട് കാണിക്കും, പറയാൻ പോലും അവർക്ക് അറിയില്ല. അല്ലെങ്കിൽ ഞാൻ ചോദിക്കും, ഓക്കെ ഈ ഐറ്റം നിങ്ങൾ കഴിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, അവർ കഴിച്ചിട്ടില്ല. അതായത് സപ്ലൈ ചെയ്യുന്ന ആളാണ്. സോ ആസ് എ എൻ്റർപ്രണർ ഇത് സ്റ്റാർട്ട് ചെയ്ത ആൾ ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് എന്താണ്? ഒരു എക്സാമ്പിളാണ് ഞാൻ പറയുന്നത്. ഒരു കഫേ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ ഡിഷസ് മൊത്തം അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിന് കഴിക്കാൻ കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് അവരെ കൊണ്ട് ഫീൽ ചെയ്യിപ്പിക്കണം. എന്നാലേ ഒരു കസ്റ്റമറിന് അവർക്കത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞില്ലേ, ആരും പ്രോപ്പർ ഹോംവർക്ക് ചെയ്യാതെയാണ് ഏതൊരു സ്റ്റാർട്ടപ്പ് ബിസിനസ്, അല്ലെങ്കിൽ ഏതൊരു ബിസിനസ്, സ്റ്റാർട്ടപ്പ് എന്നല്ല, ഏതൊരു ബിസിനസ് ചെയ്യുകയാണെങ്കിലോ, ഇനി ബിസിനസ് അല്ല, നമ്മളൊരു മീറ്റിങ്ങിന് പോവാണ്, ഒരു പ്രസൻറ്റേഷന് പോവാണ്, നമ്മൾ പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത് പോകണം. അല്ല ബ്ലണ്ടായിട്ട് പോകരുത്.
മിക്ക സ്ഥലങ്ങളിലും ഇപ്പോൾ ഈവൻ എൻ്റെ ഒരു സെയിൽസ് മീറ്റിങ്ങിൽ തന്നെ എൻ്റെ ടീം ചില സമയത്ത് അവർക്ക് പ്രോപ്പർ റിപ്പോർട്ട് തരില്ല. അപ്പം ഞാൻ അവരോട് ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ടാണ് എനിക്ക് തരാത്തത്? കാരണം എനിക്ക് ആനുവൽ സെയിൽസ് മീറ്റ് വരുന്ന സമയത്ത് അപ്പോൾ അവർ പറയുന്നത്, ഞങ്ങൾ തന്നില്ലെങ്കിലും സാറിൻ്റെ കയ്യിൽ, കാരണം എവറിത്തിങ് ഈസ് ഡാറ്റ ഡ്രിവൺ, അപ്പം എല്ലാം സാറിൻ്റെ കയ്യിൽ ഉണ്ടാവില്ല. അപ്പം ഈ ഒരു സ്റ്റാർട്ടപ്പ് ഒരു ബിസിനസ് ചെയ്യാൻ വരുന്ന ആൾക്കാർ അവർ ചിലപ്പം ഒരു സക്സസ്ഫുൾ ബിസിനസ്മാൻ കണ്ടിട്ടായിരിക്കും വരിക. പക്ഷെ അവർ പിന്നിലെടുക്കുന്ന പെയിൻ ആരും കാണില്ല, അല്ലെങ്കിൽ അവരെടുക്കുന്ന ഹോംവർക്ക് ആരും കാണില്ല. അപ്പോൾ ഒരു സാധനം തുടങ്ങുമ്പം പ്രോപ്പർ നോളജ് ഉണ്ടായിരിക്കണം. അറിയാത്ത ബിസിനസ് ചെയ്യരുത്. അറിയാത്ത ഒന്നുമില്ല. മിക്ക സ്ഥലങ്ങളിലും എൻ്റെ അടുത്ത് എപ്പോഴും ആൾക്കാർ വിസിറ്റേഴ്സ് വരുന്ന ചോദിക്കുന്നത്, സാർ ഞങ്ങൾ 4 ഫ്രണ്ട്സ് ചേർന്നിട്ട് പെർഫ്യൂം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ പെർഫ്യൂം അല്ല, എനിക്ക് പെർഫ്യൂം ഭയങ്കര ഇഷ്ടമാണ്. പെർഫ്യൂമിൻ്റെ മിക്സ് എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ എങ്ങനത്തെ ടൈപ്പ് ഓഫ് പെർഫ്യൂംസ് ആണ് പോവുക. ഇപ്പം നമ്മൾ പലപ്പോഴും ഞാൻ ദുബായിൽ നിന്നൊക്കെ വരുമ്പം ഞാൻ പെർഫ്യൂം വാങ്ങി വരുന്ന ഒരാളാണ്. പക്ഷെ ദുബായിൽ നിന്ന് അടിക്കുന്ന പെർഫ്യൂം ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ സ്മെല്ല് കിട്ടില്ല. ഓക്കെ, പല കൺട്രീസിലും ഓരോ കൺട്രീൻ്റെ ക്ലൈമറ്റിനനുസരിച്ച് പെർഫ്യൂമിൻ്റെ മണം മാറും. സോ ഇങ്ങനത്തെ മൈന്യൂട്ട് സാധനങ്ങൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം പഠിക്കണം. അപ്പോൾ മിക്ക ആൾക്കാരും എൻ്റെ ഒരു കാഴ്ചയിൽ കണ്ടത് പ്രോപ്പർ നോളജ് ഇല്ലാതെ, കുറച്ച് പൈസ ഉണ്ട്, അത് എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യണം, കുറേ ചെയ്യും, അത് പൊട്ടും, പിന്നെ പാർട്ട്ണർഷിപ്പ് ഇതാവും, അങ്ങനെയാണ് പോകുന്നത്. ഡാം ഷുവർ പ്രോപ്പർ ഹോംവർക്ക് ചെയ്ത്, നല്ല മാർക്കറ്റ് റിസർച്ച് ചെയ്ത്, നല്ല പാഷനോടെ ഹാർഡ് വർക്ക് ചെയ്ത് നിൽക്കുന്ന എല്ലാ ബിസിനസ്സും മുന്നോട്ട് പോയിരിക്കും, ഗ്യാരണ്ടി. അപ്പോൾ ഓൺടർപ്രണേഴ്സിനോടുള്ളൊരു മെസ്സേജ്, താരോ ഹോംവർക്ക് ചെയ്യുക, നല്ലതുപോലെ പഠിച്ച് ഇറങ്ങുക. പഠിച്ച് ഇറങ്ങിയാൽ പണി കഴിഞ്ഞില്ല. നമ്മളൊരു സാധനം തുടങ്ങിക്കഴിഞ്ഞാൽ അത് ദ ബെസ്റ്റ് ആക്കുക. ഇപ്പം ഞാൻ എപ്പോഴും എല്ലാവരും എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ നമ്പർ 1 അല്ലേ GCC കൺട്രീസിൽ, നിങ്ങൾ 65% മാർക്കറ്റ് ഷെയർ നിങ്ങൾക്കില്ലേ, വാവ് എന്നൊക്കെ പറയും. ബട്ട് ബിക്കമിങ് നമ്പർ 1 ഈസ് ഈസി. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. എളുപ്പമാണ് ഒരു ബ്രാൻഡ് ഇറക്കി, അല്ലെങ്കിൽ ഒരു ബിസിനസ് നമ്മൾ തുടങ്ങി, ബെസ്റ്റ് ആവാൻ ഇറ്റ്സ് വെരി ഈസി. നമുക്ക് ആ ഫയർ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് നല്ല പാഷൻ ഉണ്ട്, ഹാർഡ് വർക്ക് ഉണ്ടെങ്കിൽ നമ്പർ 1 ആവാൻ ഈസിയാണ്. ബട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകലാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്. കാരണം നമ്മൾ ഒരു 2-3 വർഷം കഴിയുമ്പോൾ നമ്മൾ വന്ന വഴി മറക്കും പല ആൾക്കാരും. അത് മറക്കാതെ നിൽക്കുക, മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാം. RG ഫുഡ്സിൻ്റെ അതിനൊരു റീബ്രാൻഡിങ് കൊണ്ടുവന്നിരുന്നല്ലോ 2012 തോന്നുന്നു, 2012. അപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷൻ അതിലേക്ക് എങ്ങനെയാണ് അതിനെ പ്രേരിപ്പിച്ചൊരു ഘടകം എന്താണ്? അത് കസ്റ്റമേഴ്സ് ഈ ചേഞ്ചിനെ നോക്കിക്കാണുന്ന ഒരു രീതിയുണ്ട്, അത് പോസിറ്റീവായിരുന്നു. ആ ഗ്രോത്ത് സ്റ്റേജ് എങ്ങനെയായിരുന്നു റീബ്രാൻഡിങ്ങിന് ശേഷം? നമ്മൾ 2012 നമ്മൾ റീബ്രാൻഡിങ് ചെയ്യാനുള്ള ഉണ്ടായൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പണ്ട് തൊട്ടേ യൂസ് ചെയ്യുന്ന ലോഗോസ് ആയിരുന്നു. അപ്പോൾ ഒരു ട്രഡീഷണൽ, കാരണം പണ്ട് ആരോ ഒരാൾ ഒരു ഡിസൈൻ ചെയ്ത് കൊടുത്തു, ആ സാധനം കണ്ടിന്യൂ ചെയ്ത് പോകുന്നു. അപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പൊസിഷൻ ചെയ്യാൻ പറ്റിയ ലോഗോ അല്ലായിരുന്നു. അല്ലെങ്കിൽ പാക്കേജിങ്, ഒരുപാട് കളേഴ്സും കാര്യങ്ങളും, ലോഗോ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു, ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ലോഗോസൊക്കെ ആയിരുന്നു. സോ ഐ തോട്ട് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് പോകുമ്പോൾ ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് കാരണം ഇടയ്ക്കിടയ്ക്ക് ലോഗോ മാറ്റാൻ പാടില്ല. സോ ഒറ്റ തവണ നമ്മൾ മൊത്തം ലോഗോസും കളറും പാറ്റേൺസും പാക്കേജിങ് മാത്രമേ മാറിയിട്ടുള്ളൂ. ബട്ട് അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർഷങ്ങളായിട്ട് RG ഇങ്ങനെ പോകുന്നു, കുഴപ്പമൊന്നുമില്ല, എല്ലാവർക്കും അറിയാം. പക്ഷെ റീബ്രാൻഡിങ് ചെയ്ത സമയത്ത് കസ്റ്റമേഴ്സിനൊരു ക്യൂരിയോസിറ്റി വന്നു, എന്താണ് അവിടെ സംഭവിച്ചത്. സോ എന്നോട് തന്നെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് എന്താണ്. അപ്പം നമ്മൾ റീബ്രാൻഡ് ചെയ്തു. അപ്പോൾ അതൊരു നിങ്ങൾ നോക്കിയപ്പോൾ നിങ്ങൾക്ക് പല ഡിറ്റർജൻസ് ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ എപ്പോഴും കാണാൻ നിങ്ങൾക്ക് ന്യൂ, ലൈം ആഡഡ്, ഒന്നുമില്ല. അത് ജസ്റ്റ് ഒരു മാർക്കറ്റിംഗ് ടൂളാണത്. അത് ജനങ്ങൾ റെഗുലറായി വരുന്ന സാധനത്തിൽ കുറച്ചും കൂടി എന്തെങ്കിലും ആഡ് ചെയ്തിട്ട് വരുന്നു എന്നുള്ളത് സാധനം കാണിക്കാനുള്ളൊരു സാധനമാണ് റീബ്രാൻഡിങ്. പക്ഷെ ആ റീബ്രാൻഡിങ് ഭയങ്കര എഫക്റ്റീവാണ്. ബട്ട് വൺസ് ബ്രാൻഡ് ക്ലിക്കായി കഴിഞ്ഞാൽ പിന്നെ ലോഗോ തൊടാൻ പാടില്ല. നമ്മൾ മാർക്കറ്റിൽ ജനങ്ങളുടെ, അതായത് റീറ്റെയിൽ കസ്റ്റമറുടെ മൈൻഡിൽ രജിസ്റ്റർ ആവുന്നതിന് മുന്നേ എന്തും ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ജിഞ്ചലി ഓയിലിൻ്റെ ലോഗോ മാറ്റിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ കായം, സർബത്ത്, അരി, എല്ലാ സാധനത്തിലും പുതിയ ലോഗോ ആണ്. ബട്ട് എൻ്റെ ജിഞ്ചലി ഓയിലിൻ്റെ ലോഗോ ഇപ്പോഴും യു ക്യാൻ സീ ദറ്റ് ഷീൽഡ്, ആ എള്ള് സാധനങ്ങൾ കുറേ ഇപ്പോഴും. ഞാൻ ഏത് കൺട്രി പോയാലും എൻ്റെ പ്രൊഡക്ട്സ് ഉള്ളത്, ഇപ്പോൾ സിംഗപ്പൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഞാൻ എൻ്റെ മീറ്റിംഗ് 2-3 മീറ്റിംഗ് ഉണ്ടാവുള്ളൂ. ആ മീറ്റിംഗ് കഴിഞ്ഞാൽ വിൽ ബി ടോട്ടലി ഫ്രീ. കാരണം നാട്ടിലല്ലാത്തതുകൊണ്ട് മീറ്റിംഗ്സ് കാര്യങ്ങളൊന്നും അധികം ഉണ്ടാവില്ല. ഞാനിപ്പോൾ സൂപ്പർ മാർക്കറ്റിൽ പോയി നിൽക്കും ഇപ്പോഴും.
അപ്പം ആൾക്കാർ പിക്ക് ചെയ്ത് പോകുന്ന പാറ്റേൺ നോക്കും. അപ്പോൾ പലപ്പോഴും നോക്കിയപ്പോഴും സിംഗപ്പൂരിൽ നിന്ന് കണ്ട എന്താണെന്ന് വെച്ചാൽ ആൾക്കാർ അതുവഴി പോകുമ്പോൾ അവർ നോക്കുക പോലും ഇല്ല. അതുവഴി പോകുമ്പോൾ ജസ്റ്റ് പിക്ക് ചെയ്ത് അവർ പോകും. അവർ പല ഫാക്ടേഴ്സ് ആയിരിക്കും ഇത് ഐഡന്റി പ്രോഡക്റ്റ്. ചിലപ്പോൾ നമ്മുടെ ടോപ്പ് ബോട്ടം റെഡ് കളർ, നമ്മുടെ യെല്ലോ കളർ, നമ്മൾ ആ ഷീൽഡ്, ഈ സാധനങ്ങളൊക്കെയാണ് അവരുടെ മൈൻഡ് രജിസ്റ്റർ ഉള്ളത്. ഞാൻ ശരിക്കും ജിഞ്ചിലി ഓയിലിൻ്റെ ലോഗോ മാറ്റാൻ വെച്ചതാണ്. പക്ഷേ ഈ ഒരു സാധനം ഞാൻ സിംഗപ്പൂരിൽ നിന്ന് കണ്ടതിന് ശേഷം എനിക്ക് മനസ്സിലായി, നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ പീപ്പിൾ വിൽ ബി കൺഫ്യൂസ്ഡ്. സോ അത് മാറ്റാനുള്ള ധൈര്യം എനിക്ക് വന്നിട്ടില്ല. അതിനുള്ള ധൈര്യം അല്ല, നല്ല രീതിയിൽ പോകുന്ന സാധനങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സോ അതുകൊണ്ട് ജിഞ്ചിലി ഓയിലിൻ്റെ മാത്രം ലോഗോ ഞാൻ മാറ്റിയിട്ടില്ല. ബാക്കി എല്ലാത്തിൻ്റെയും ലോഗോ ഒരു സിംഗിൾ, കാരണം മൾട്ടിപ്പിൾ പ്രൊഡക്ട്സ് വരികയാണ്. ഇപ്പം നമുക്ക് ഒരുപാട് ലൈൻ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അപ്പം എല്ലാത്തിനും പല പല ലോഗോ, ഒറ്റ യൂണിഫോം ലോഗോയിലേക്ക് നമ്മൾ എത്താണ്ടായത്. ഇപ്പം മുമ്പ് പറഞ്ഞല്ലോ ഒരു ഡ്രീം സെറ്റ് ചെയ്ത് അതിലേക്ക് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന്. അപ്പോൾ ഒരു 2030 എത്തുമ്പോഴേക്കും RG ഗ്രൂപ്പ് എവിടെയായിരിക്കും, RG ഫുഡ്സ് എന്നുള്ള ബ്രാൻഡ് എവിടെയായിരിക്കും എന്നാണ് കാണുന്നത്, വിഷ്വലൈസ് ചെയ്യുന്നത്? 15 വർഷം മുന്നേ ഞാൻ സ്വപ്നം കണ്ട ലെവലിലാണ് ഇപ്പം നിൽക്കുന്നത്. സോ 15 വർഷം മുന്നേ ഞാൻ എൻ്റെ ഡ്രീം സെറ്റ് ചെയ്ത സമയത്ത് ഞാൻ ഡിസ്കസ് ചെയ്ത ആൾക്കാർ പറഞ്ഞു ഒരിക്കലും നടക്കാത്ത സ്വപ്നം. ബട്ട് അത് അച്ചീവ് ചെയ്ത് ഞാൻ ആ ഡ്രീം കണ്ടതിനേക്കാളും വേണമെങ്കിൽ ഒരു 10 ടൈംസ് അപ്പുറത്ത് ഇപ്പം റീച്ച് ആയിട്ടുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ. പക്ഷേ അത് റീച്ചായി എന്ന് വെച്ചാൽ നമ്മൾ നിർത്തുന്നില്ല. അടുത്ത 15 വർഷം നിങ്ങൾ ഈ ചോദിച്ച് 2030 ഡ്രീം സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ വെൻ ഐ വാസ് ഡിസ്കസിങ് വിത്ത് മൈ പാരൻസ് ആൻഡ് വൈഫ് പറഞ്ഞു 15 വർഷം മുന്നേ കണ്ടാൽ ഓക്കെ, കാരണം അന്ന് വേക്കൻ്റ് ആയിരുന്നു. സോ നമുക്ക് ചെയ്യാനും ഫോർ യു പ്രൂവ് ചെയ്യാനും ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നു, സാധ്യതകളുണ്ടായിരുന്നു. ഓൾമോസ്റ്റ് ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് ഓവറല്ലേ എന്ന് ചോദിച്ചു. നമ്മൾ ഓവറായി സെറ്റ് ചെയ്താലേ ഉള്ളൂ. നമ്മളെപ്പോഴും നമ്മളെ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യണം. എല്ലാവരും അവരുടെ കംഫർട്ട് സോൺ, എനിക്ക് ഇത്രയേ പറ്റുള്ളൂ അത്രയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ എത്തില്ല. സോ എൻ്റെ അടുത്ത 2030 ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ 35 ആകുമ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്താ വെച്ചാൽ വേൾഡ് വൈഡ് നമ്മളെ പ്രൊഡക്ട്സ് എത്തിക്കുക എന്നുള്ള. വേൾഡ് വൈഡ് പ്രൊഡക്ട്സ് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെപ്പോഴും നാട് വിട്ട് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഇപ്പോൾ US ഓസ്ട്രേലിയ ഒക്കെ നിൽക്കുമ്പോൾ നമ്മളെ നാടിൻ്റെ നൊസ്റ്റാൾജി ഭയങ്കര ഇതായിരിക്കും. നാട്ടിലെ നമ്മളെ കട്ടൻ ചായ, പരിപ്പ് വട, ഉണ്ണിയപ്പം, കുമ്പിളപ്പം. ഇവിടെ നിങ്ങൾ എവിടെയെങ്കിലും കുമ്പിളപ്പം കാണാറുണ്ടോ? വളരെ റയറല്ലേ. നിങ്ങൾ ഓസ്ട്രേലിയ പോയാൽ ഏത് നുക്കൻ കോർണറിൽ നിങ്ങൾക്ക് കുമ്പിളപ്പം കിട്ടും, ചക്കക്കുരു തോരൻ കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇലയട കിട്ടും. ഞാൻ കുമ്പിളപ്പം ഞാൻ കാണാറില്ല. ഞാൻ കേരളം മുഴുവൻ യാത്ര ചെയ്ത ആളാണ്. വീടുകളിൽ പോയാൽ കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഒരു കടയിൽ പോയാൽ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ പോയാലും കിട്ടില്ല. അപ്പം ഒരുപാട് നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അപ്പം നമ്മൾ കാണാത്ത ഓപ്പർച്യൂണിറ്റീസാണ്. അപ്പം 2035 ആകുമ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രൊഡക്ട്സ് വേൾഡ് വൈഡ് നമ്മളെ പ്രൊഡക്ട്സ് എത്തിക്കുക. നല്ല പ്രൊഡക്റ്റ് എല്ലാ സ്ഥലത്തും എത്തിക്കുക എന്നുള്ളതാണ്. അങ്ങനെ വിഷൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഇപ്പം US മാർക്കറ്റിലും കാര്യത്തിലൊക്കെ ഈ കുമ്പിളപ്പവും അച്ചപ്പവും കാര്യങ്ങളെല്ലാം ഷെൽഫിൽ നമ്മൾ വിഷ്വലൈസ് ചെയ്തു. കാരണം നമ്മളെ പ്രൊഡക്ട്സ് എത്തുന്നുള്ളൂ. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഫ്രോസൺ. നമ്മൾ കോഫി കുടിച്ചുകൊണ്ട് നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇതിനെ കണക്ട് ചെയ്ത് തന്നെ ഞാൻ ചോദിക്കട്ടെ. ഇപ്പം ഈ പ്രോഡക്ട്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇപ്പം RG ഗ്രൂപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ട്. അപ്പം ഇതിൻ്റെ മാർക്കറ്റ് ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഹിറ്റാവും, ഈ ഒരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് അതെങ്ങനെയാണ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അത് ഞാൻ ഏത് വീടുകളിൽ പോയാലും എൻ്റെ ഫ്രണ്ട്സോ ഫാമിലിയോ ഇനി പരിചയമില്ലാതെ ഒരു വീട്ടിൽ പോയാലും ഞാൻ അവരോട് ആദ്യം ചോദിക്കുക, ഞാൻ ഒന്ന് നിങ്ങളെ കിച്ചണിൽ വന്നോട്ടെ എന്ന് ചോദിക്കുക. ഓക്കെ, മിക്ക ആൾക്കാർ സമ്മതിക്കും. ഓക്കെ, ഞാൻ അവരുടെ ഫ്രിഡ്ജ് തുറന്നു നോക്കും. സോ ഫ്രോസൺ എൻ്റെ ചിന്തകളിൽ പോലും ഇല്ലാത്തൊരു സാധനമായിരുന്നു. കാരണം ഞാൻ കൂടുതൽ GCC കൺട്രീസിലാണ് ബിസിനസ് ചെയ്തത്. സോ വെൻ ഐ വെൻറ്റ് ടു ഓസ്ട്രേലിയ, ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് താമസിച്ചത്. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുക, എൻ്റെ ഫാദറിൻ്റെ ഫ്രണ്ടായിരുന്നു. സോ അവരുടെ വീട്ടിൽ ഞാൻ കയറിയിട്ട് ഫസ്റ്റ് ഞാൻ ചോദിച്ചത്, ഞാൻ നിങ്ങൾ കിച്ചണിൽ കയറിക്കോട്ടെ ചോദിച്ചു. ഓക്കെ, ഞാൻ ഫ്രിഡ്ജ് തുറക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. സോ മഞ്ജു എന്ന് പറഞ്ഞ ചേച്ചിൻ്റെ. അപ്പോൾ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചു. ഞാൻ നിങ്ങൾ എന്തൊക്കെ പ്രൊഡക്ട്സാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിജുവേട്ടൻ പറഞ്ഞു, നോ പ്രോബ്ലം വിഷ്ണു, നോക്കിക്കോന്ന് പറഞ്ഞു. 2 ഫ്രിഡ്ജ് നിറച്ചും ഗ്രേറ്റഡ് കോക്കനട്ട്, കട്ട് കോക്കനട്ട്, ഇതൊക്കെ ഫ്രോസൺ. ഈ പറഞ്ഞ ഇലയട സാധനങ്ങൾ, ചക്കക്കുരു. ഇറ്റ് വാസ് ഷോക്ക്ഡ്. കാരണം നമ്മളെ വീടുകളിലൊന്നും ഇങ്ങനെ ഫ്രോസൺ സാധനം എൻറ്റയർ ഫ്രിഡ്ജിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊള്ളാലോ. അപ്പം എന്നോട് പറഞ്ഞു പഴം പുഴുങ്ങിയത്, ജസ്റ്റ് എല്ലാം ഫ്രോസൺ. പഴം പുഴുങ്ങിയത്, പഴം നിറച്ചത്,
എല്ലാം 2 മിനിറ്റ്സ് ബേക്ക് ചെയ്ത് മീൻസ് മൈക്രോവേവ് ചെയ്താൽ കിട്ടും. ഒരു എൻറ്റയർ ഫ്രിഡ്ജ് ഫ്രോസൺ സാധനം. അപ്പോൾ എനിക്ക് തോന്നി ഓക്കെ ഇത് കൊള്ളാലോ ഈ ബിസിനസ്, കാരണം നമ്മൾ ചിന്തയില്ലാത്ത സാധനമാണ്. പിന്നെ ഞാൻ പറയാം മാർക്കറ്റ് റിസർച്ച് ചെയ്യാൻ പോകും. എല്ലാ സ്ഥലങ്ങളിലും പോകുന്ന സമയത്ത് ഇതേപോലെ പിന്നെ ഓസ്ട്രേലിയയിൽ ഞാൻ പല വീടുകളിൽ പോയപ്പോൾ എല്ലാ വീട്ടിലും പോയപ്പോൾ ഈ സെയിം പാറ്റേൺ ആണ് എല്ലാ വീടുകളിലും കണ്ടത്. ഞാൻ പറഞ്ഞ വാക്ക് ശ്രദ്ധിച്ചോ, സെയിം പാറ്റേൺ. അതായത് ഞാൻ വിചാരിച്ചു ഓക്കെ ഇവരെ വീട്ടിൽ നിറച്ചും വാങ്ങി വെച്ചു. എല്ലാ വീടുകളിലും ഫ്രോസൺ സാധനം, കാരണം ഇവർ ഇന്ത്യൻ സ്റ്റോഴ്സിലൊക്കെ മന്ത്ലി വൺസൊക്കെ പോകുന്ന സമയത്ത് മാക്സിമം ഫ്രോസൺ, കുഴപ്പമൊന്നുമില്ല, എല്ലാവരും വാങ്ങി മാക്സിമം ഫില്ല് ചെയ്യും. പിന്നെ ഈ പൊറോട്ട അല്ലെങ്കിൽ ഈ പഴം പുഴുങ്ങിയതൊന്നും വരുമ്പോഴത്തേക്ക് തീരും. അവർ സ്റ്റോക്ക് ചെയ്തു. അപ്പം ഇത്ര ഒരുപാട് ബ്രാൻഡ് ഉണ്ട് അവിടെ. ഒരുപാട് ബ്രാൻഡ് ഉണ്ടായിട്ട് പോലും അവൈലബിലിറ്റി ഇല്ല. സോ ഞാൻ പറയും ഈ ബിജുട്ടൻ എന്നോട് ഒരു വിഷ്ണു പഴം പുഴുങ്ങിയതൊന്നും കിട്ടാനില്ല. ഞങ്ങൾ വരുമ്പോഴത്തേക്ക് ഇവരൊരു വാട്സപ്പ് ഗ്രൂപ്പ്സ് ഉണ്ടാവും, അതിൻ്റെ അകത്ത് വന്നു എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒരു 10 പാക്കറ്റൊക്കെ ബ്ലോക്ക് ചെയ്ത് വെക്കുന്നു. അപ്പം എൻറ്റയർ ഓസ്ട്രേലിയ ഡിമാൻഡ് പാറ്റേൺ ഉണ്ട്. അങ്ങനെയാണ് ഞങ്ങൾ ഫ്രോസണിലേക്ക് വന്നത്. അപ്പം അങ്ങനെ മൈന്യൂട്ടായിട്ടുള്ള നമ്മൾ ചിലപ്പോൾ ഞാൻ അറിയാതെ ഫ്രോസണിലേക്ക് വന്നതാണ്. അപ്പം ഈ സ്നാക്സ് ചെയ്ത സമയത്ത് കണ്ടു അവിടെ അവിൽ മിക്സ്, സാമ്പാർ മിക്സ്, അപ്പോൾ ഇങ്ങനത്തെ സാധനത്തിന് സ്കോപ്സ് ഉണ്ട്. വെജിറ്റബിൾസ് നല്ലോണം വാഷ് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തിട്ടുള്ള വെജിറ്റബിൾസിന് സ്കോപ്പ് ഉണ്ട്. സോ ഓൾറെഡി നമ്മൾ ഫ്രോസൺ കണ്ടെയ്നർ പോവാണ്. സോ ഈ സ്നാക്സിൻ്റെ കൂടെ നമ്മൾ ഫ്രോസൺ വെജിറ്റബിൾസും കൂടി ആഡ് ചെയ്ത് ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ട് ആഡ് ചെയ്ത സാധനം ഫ്രോസൺ ആണ്. കാരണം എണ്ണ, അരി, കായം, സർബത്ത് ഇതൊന്നും മാറിയിട്ട്, പക്ഷേ അത് മിഡിൽ ഈസ്റ്റ് മാർക്കറ്റിൽ അത്ര ഒരു സ്കോപ്പ് കാണുന്നില്ല. ബട്ട് യൂറോപ്യൻ മാർക്കറ്റ്, ഇപ്പം ന്യൂസിലാൻഡ്, ഓസ്ട്രേലിയ, കാനഡ, US വലിയൊരു ട്രെൻഡിങ് സാധനമാണ്. അപ്പം ചിലത് നമ്മൾ പ്ലാൻ ചെയ്താൽ ചിലപ്പോൾ ശരിയാവില്ല. ഇപ്പം ഞാൻ പ്ലാൻ ചെയ്ത് ഇറക്കാൻ ഉദ്ദേശിച്ച ഒരുപാട് സാധനങ്ങളുണ്ട്, ഇപ്പോഴും പൈപ്പ് ലൈനിൽ തന്നെയാണ്. നമ്മൾ ഇതേമാതിരി മാർക്കറ്റ് റിസർച്ച് നടത്തി സർവേ ചെയ്ത് ഓക്കെ ഇന്ന സാധനം ഇറക്കാം എന്ന് വിചാരിച്ച് ഡിസൈനിങ് കഴിഞ്ഞ് പാക്കേജിങ് കഴിഞ്ഞ് എല്ലാം കഴിയും. ഞാൻ അങ്ങനെ പൈപ്പ് ലൈനിൽ ഹോൾഡ് ആക്കിയിട്ട സാധനമൊന്നും പിന്നെ ഇറങ്ങിയിട്ടില്ല. ചിലർ ഫീലാണ്, ചിലപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോൾ നല്ലതായിരിക്കും. അപ്പം ഒരു ഡിലേ കഴിഞ്ഞാൽ ഓക്കെ എന്തോ അതിന് സമയമില്ല, നമ്മൾക്ക് വിധിക്കാത്ത സാധനം എന്ന് പറഞ്ഞത് ഇഗ്നോർ ചെയ്യും. നമ്മൾ ചില സാധനം ഞാൻ പറഞ്ഞേ നമ്മളെ മനസ്സെന്താണ് പറയുന്നത് അത് ചെയ്യാം. കേരളത്തിൻ്റെ ഒരു മാറിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യാവസായിക അന്തരീക്ഷത്തിൽ മുൻപത്തെക്കാളൊക്കെ അധികമായി സംരംഭകരെ കൂടുതൽ നിക്ഷേപങ്ങൾ ആകർഷിക്കാനും സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനും വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ കാര്യക്ഷമമായ ഇടപെടലുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രാഷ്ട്രീയ എതിർചേരിയിലുള്ള ആളുകൾ പോലും സർക്കാരിൻ്റെ ഈ ശ്രമങ്ങളെ അഭിനന്ദിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിൽ വ്യവസായ മേഖലയിൽ ഫുഡ് ഇൻഡസ്ട്രിയിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന ഒരു ജയൻ്റ് എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു അന്തരീക്ഷത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും, ഏത് പൊളിറ്റിക്കൽ പാർട്ടീൻ്റെ അണ്ടറിലുള്ള ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും വ്യവസായ വകുപ്പ് അവരേറ്റവും നന്നായി നോക്കുന്നൊരു വകുപ്പായിരിക്കും. ബാക്കിയുള്ള നോക്കുന്നതിലല്ല, അവരേറ്റവും ഭയങ്കര ഓപ്പണാണ്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 15 വർഷമായിട്ട് ഞാൻ വളരെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഒന്നും ദേ വിൽ നെവർ കം ആൻഡ് ഫീഡ് യു. ഇറ്റ്സ് ലൈക്ക് എ ബുഫേ. എല്ലാ സാധനവും നമുക്ക് അവിടെ വെച്ചിട്ടുണ്ടാവും, നമ്മളത് പോയി എടുക്കണം. ഇപ്പം KSIDC അല്ലെങ്കിൽ KBIP ഇവരൊക്കെ ഒരുപാട് സ്കീംസ് ഉണ്ട്. ഇപ്പം KBIP ആണെങ്കിൽ എല്ലാ വർഷം ഒരു 6-7 എക്സിബിഷൻസ് കണ്ടക്ട് ചെയ്യും പാൻ ഇന്ത്യ, ഡൽഹി, ബോംബെ, ബാംഗ്ലൂർ. ഇവിടെയൊക്കെ 10-20 കമ്പനീസിനുള്ള ഫ്രീ സ്പേസ് കൊടുക്കും കേരള ഗവൺമെൻറ്. മിക്ക സ്ഥലങ്ങളിലും ഞാൻ 15 വർഷമായിട്ട് പോകുന്ന ആളാണ് ഞാൻ. ഇപ്പോഴും ഞാൻ പോകും. ഇപ്പം നമ്മൾ ഗൾഫ് ഫുഡിലും ഇൻഡസ് ഫുഡും സിയാൽ പാരീസിലും ഒക്കെ നമ്മൾ സ്റ്റോള് കാശിൽ ബാക്കി ഇടുന്നുണ്ട്. ഈ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ ഈ ഫ്രീ സ്റ്റോളിലൂടെ വന്ന ആളാണ്. ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഡൽഹിയിലും ആഹാറിലും കൽക്കട്ടയിലും ബാംഗ്ലൂരിലൊക്കെ ഈ KBIP തന്ന ഫ്രീ സ്റ്റോളിൽ നിന്ന് മാർക്കറ്റ് ചെയ്ത ഒരാളാണ്. അതിൻ്റെ ബെനിഫിറ്റ് ശരിക്കും ഉപയോഗപ്പെടുത്തിയൊരു കമ്പനിയാണ് RG. അപ്പം പലപ്പോഴും സങ്കടം തോന്നുന്നതെന്ന് വെച്ചാൽ ഗവൺമെൻറ് ഇത്രയും നല്ല സ്കീംസ്, ഇത്രയും നല്ല ഓപ്പർച്യൂണിറ്റി നമുക്ക് തരുന്നുണ്ട്. പല സമയത്തും ഈ സ്റ്റോൾസ് കാലിയാണ്. പല കമ്പനികളും കൺഫർമേഷൻ കൊടുക്കും, അവരത് യൂസ് ചെയ്യുന്നില്ല. ഇനി വന്നാൽ തന്നെ മിക്ക ആൾക്കാരും ഞാൻ കാണുന്നൊരു കാര്യം, അവർ വരും,
കുറേ പ്രൊഡക്റ്റ് കൊണ്ടുവരും, അവിടെ ഇരുന്ന് വിൽക്കാനുള്ള ഇൻട്രസ്റ്റ് അവർ കാണിക്കുന്നത്. അപ്പം ഇതല്ലാതെ അവർക്ക് ആ ബിസിനസ് എക്സ്പാൻഡ് ചെയ്ത് റെഗുലർ ഒരു ബിസിനസ് ആക്കാൻ പല ആൾക്കാരും കാണുന്നില്ല. സോ ഗവൺമെൻറ് ഭയങ്കര സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം KSIFT ആണെങ്കിലും, ഇപ്പം നമ്മുടെ പുതിയ ഫാക്ടറിയിൽ KSIFT ത്രൂ ആണ് നമ്മൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ്, അതിൻ്റെ അത് എല്ലാ അപ്രൂവലും 3 വർഷത്തിനുള്ളിൽ നമുക്ക് എല്ലാ അപ്രൂവലും എടുത്താൽ മതി. സാധാരണ നമുക്കൊരു പ്ലാൻ പാസ്സാവണം, പൊല്യൂഷൻ കിട്ടണം, അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട്. ബട്ട് ഇവിടെയും എല്ലാവരും പറയും മറ്റ് സ്റ്റേറ്റ്സിൽ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആണെന്ന്. ഇവിടെയും ഉണ്ട് അത് നമ്മളത് പ്രോപ്പർലി യൂസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഞാനെപ്പോഴും പറയുന്നത് ഗവൺമെൻറ് ഇറ്റ്സ് ലൈക്ക് എൻ ഓഷൻ, അല്ലെങ്കിൽ ബിസിനസ്സും ഗവൺമെൻറ്റും ബിസിനസ്സും എല്ലാം അവിടെ എല്ലാം ഉണ്ടാവും. അവിടെ മുത്ത് കിട്ടും, അതിൻ്റെ ഇടയിൽ ചിലപ്പോൾ സ്രാവ് ഉണ്ടാവും, ഞണ്ടുണ്ടാവും, ചിലപ്പം കടിക്കും. പക്ഷെ അതിന് രക്ഷപ്പെട്ട് നമ്മൾ പോയി മുത്തെടുക്കണം. അപ്പോൾ അത് നമ്മളെ കഴിവാണ്. അപ്പം നമ്മളെ കഴിവുകേട് നമ്മൾ ഗവൺമെൻറ്റിന് ഒരിക്കലും നമ്മൾ കുറ്റപ്പെടുത്താൻ പറ്റില്ല. എനിക്ക് പേഴ്സണലി ആസ് എ ബ്രാൻഡ് ഏത് ഗവൺമെൻറ് വന്നു കഴിഞ്ഞാലും നമുക്ക് ഗ്രോത്ത് മാത്രം. കാരണം എല്ലാ ഗവൺമെൻറ് സ്കീംസും അവൈൽ ചെയ്ത ഒരാളാണ് ഞാൻ ഗവൺമെൻറ് സ്കീംസ് അവൈൽ ചെയ്യാത്ത ആളൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ല, ഈ ഫ്രീ സ്റ്റോൾസ് ആണെങ്കിലും, ഈ KSIFT KSIDC ത്രൂ ഉള്ള കാര്യങ്ങളാണെങ്കിലും, ഗവൺമെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് കുറഞ്ഞിട്ടുള്ള ലോൺസ് ആണെങ്കിലും എല്ലാം ഞാൻ അവൈൽ ചെയ്യുന്നുണ്ട്. ഈവൻ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ് നമുക്ക് സബ്സിഡി ചെയ്യുന്നുണ്ട്, അതും അവൈൽ ചെയ്യുന്നുണ്ട്. ഞാൻ പല കമ്പനികളും ഇതിനെക്കുറിച്ച് അവർക്ക് അറിയ പോലും ഇല്ല. അപ്പം അറിയാത്ത ആൾ എന്താ പറയുക, ഗവൺമെൻറ് ഒന്നും ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഈസ് ഡൂയിങ്, ഞാൻ പറഞ്ഞില്ലേ, ഇറ്റ്സ് ലൈക്ക് ബുഫേ, ദേ വോണ്ട് ഫീഡ് അസ്. അപ്പം നമ്മളത് പോയി എടുത്താൽ നമുക്ക് കിട്ടും, ഇല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. ഓക്കെ, എന്തായാലും ഇനി വരുന്ന ഒരു തലമുറയോട് നമുക്ക് ഏറ്റവും അവരോട് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് നമ്മുടെ അനുഭവങ്ങളിൽ നിന്നുണ്ടാകുന്ന നമ്മൾ എത്തിച്ചേരുന്ന ചില നിലപാടുകളും ചില പാഠങ്ങളും ഉണ്ട്. അത് നമ്മൾ അവരോട് ഷെയർ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് വരും തലമുറയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. RG ഗ്രൂപ്പിൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്നുള്ളൊരു പൊസിഷനിലേക്കുള്ള ഒരു യാത്ര അത് കഠിനമായിരുന്നിരിക്കണമല്ലോ. ആ യാത്രയിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും വേദനിപ്പിക്കുന്നതോ മറക്കാനാവാത്തതോ സന്തോഷിപ്പിക്കുന്നതുമായിട്ടുള്ള ഏതെങ്കിലും ഒരു അനുഭവം കൂടി പങ്കുവയ്ക്കാമോ? വേദനിപ്പിക്കുന്ന അനുഭവങ്ങളൊക്കെ ഒരുപാട് ഉണ്ട്. ബട്ട് ഞാൻ പേഴ്സണലി 0 ടെൻഷനുള്ള ആളാണ്. ഞാൻ എൻ്റെ ടെൻഷൻസോ അല്ലെങ്കിൽ എനിക്ക് തരുന്ന പ്രഷറോ ഞാൻ മനസ്സിലേക്ക് എടുക്കില്ല ഞാൻ. ബിക്കോസ് നമ്മൾ ടെൻഷൻ അടിച്ചാൽ നമ്മളെ പ്രശ്നം തീരില്ല. പക്ഷേ എനിക്കെന്നെ അറിയില്ല ഞാൻ എന്താണ് എന്നും ഇങ്ങനെ ഉണ്ടാവുമെന്നും എനിക്കറിയില്ല. എത്ര പ്രഷർ സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഞാൻ ആ സമയത്ത് തമാശയൊക്കെ പറയും. കാരണം ഞാനത് ഫൺ മൂഡാക്കി ലൈറ്ററാക്കാൻ ശ്രമിക്കും. പല ആൾക്കാരും ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് എനിക്കിത് നടന്നില്ലെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റില്ല, മുന്നോട്ട് പോകാൻ പറ്റില്ല. എല്ലാവരും മുന്നോട്ട് പോകും. പക്ഷെ ആ സിറ്റുവേഷൻ നമ്മളെങ്ങനെ ഹാൻഡിൽ ചെയ്തു എന്നാണ്. സോ ബി കൂൾ, ബി പോസിറ്റീവ്. പിന്നെന്ന് പറഞ്ഞാൽ ബി സ്ട്രെയിറ്റ് ഫോർവേഡ്, ജെന്യൂൻ ആവുക. എനിക്കത്ര ഏറ്റവും ഏതൊരു ബിസിനസ് എന്നല്ല, നമ്മൾ പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും ബി ജെന്യൂൻ, സ്പീക്ക് ഫ്രം ഹാർട്ട്. നമ്മൾ മനസ്സ് തുറന്ന് സംസാരിക്കുക, മാസ്ക് വെക്കാതെ വെക്കുക. നമ്മൾ മാസ്ക് വെക്കാതെ ബി ഓപ്പൺ, ബി സ്വീറ്റ്. ഇറ്റ്സ് എ സ്മോൾ ലൈഫ്. ഇന്ന് കണ്ടാൽ നാളെ ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഏറ്റവും കൂടുതൽ എൻ്റെ റോൾ മോഡൽ വന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയാണ്. ഗ്രാൻഡ് ഫാദർ നല്ല ബിസിനസ്സാണ് ചെയ്തത്, സത്യസന്ധമായിട്ടുള്ള കച്ചവടം ചെയ്തത്. അപ്പം എനിക്കും ഒരാഗ്രഹമുണ്ട്, എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും ഭാവിയിൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഇങ്ങനെയായിരുന്നു എന്ന് പ്രൗഡായിട്ട് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഈ ഒരു മോതിരം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെയാണ്. ഇതെല്ലാവരും ചോദിക്കും, ഇതൊക്കെ ഒരു കാണാത്തൊരു മോഡലാണല്ലോ അവർ. കാരണം എൻ്റെ ഹീറോ, എൻ്റെ റോൾ മോഡൽ എൻ്റെ ഗ്രാൻഡ് ഫാദറാണ്. അപ്പം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അവർ അത്രയും നല്ല കാര്യം ചെയ്തുകൊണ്ട്. അപ്പം ഞാനിവിടെ ഇരിക്കുന്നതും ഇന്ന് ഈ ഒരു ഇതിൽ ഇരിക്കുന്നതും ഒക്കെ അവരാ നല്ല രീതിയിൽ കച്ചവടം ചെയ്തുകൊണ്ടാണ്. അപ്പം നാളെ എൻ്റെ മക്കളും എൻ്റെ കൊച്ചുമക്കളും പ്രൗഡായിട്ട് എൻ്റെ ഫാദർ അല്ല എൻ്റെ ഗ്രാൻഡ് ഫാദറിനെ പറയണമെങ്കിൽ ജെന്യൂൻ ആയിരിക്കണം, സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കണം, കൂളായിരിക്കണം, ഹാപ്പി ആയിരിക്കണം. സോ ദാറ്റ്സ് യുവർ മെസ്സേജ് ടു ദ പീപ്പിൾ. യാ, ഓക്കെ. അപ്പോൾ ദാറ്റ്സ് എൻഡ് ഓഫ് ഇറ്റ്. അപ്പോൾ നിങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ പൂവണിയട്ടെ, ഇനി കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഇപ്പോൾ മാറ്റ് ബ്രോഡ്കാസ്റ്റിൻ്റെ ഈ ഷോയിൽ വന്നതിനും ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതിനും വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. നിങ്ങളെ പ്രസ്ഥാനം ഒരുപാട് വളരട്ടെ. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. മില്യൺ കണക്കിന് വ്യൂസ് അടിക്കട്ടെ. ഓക്കെ, താങ്ക് യു.